ഏതൊരു യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരുക്കമാണ് നമ്മുടെ മനസ്സിൽ വരിക. കാരണം ഒരുക്കം കൂടാതെ ഒരു യാത്രയും നടത്താൻ സാധാരണഗതിയിൽ നമുക്കാവില്ല. യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും യാത്രയുടെ ഉദ്ദേശം സാധിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടേ നമ്മൾ യാത്ര പുറപ്പെടുകയുള്ളൂ. അല്ലാതെ യാത്ര പുറപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് പഴഞ്ചൊല്ലുകൾ അങ്ങനെയുള്ള യാത്രകളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അന്തിമയാത്ര പുറപ്പെട്ട ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. സൂപ്പർ മരണമായിരുന്നു. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണം? ഇതാണ് ഒരാളല്ല, 2-3 പേര് പറഞ്ഞു അവിടെ. ആ മരണം എന്നുള്ളത് ആ പറയുന്ന സുഹൃത്ത് കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നെഞ്ചുവേദന പോലെ തോന്നി, ഒന്ന് കിടക്കണമെന്ന് തോന്നി, ആൾ മരിച്ചു. അന്ന് രാവിലെയും വളരെ ആക്റ്റീവായിരുന്നു, പുറത്തൊക്കെ പോയി വളരെ കണ്ടൊക്കെ തിരിച്ചു വന്ന ആളാണ്. ഒരു കുഴപ്പമില്ലാത്ത, ഒരു അസുഖങ്ങളുടെ ഒരു പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തി. 2 ഡോക്ടർമാർ, എനിക്കറിയാവുന്നൊരു 2 ഡോക്ടർമാർ എന്നോട് പറഞ്ഞതാണത്. അവർ ഒരു കോൺഫറൻസിന് പോയിട്ട് രാവിലത്തെ ഭക്ഷണം ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയും ഭർത്താവുമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭർത്താവ് നോക്കുമ്പോൾ ഭാര്യ കസേരയിലേക്ക് പുറകോട്ടൊന്ന് മറിയുന്ന കണ്ടു. അപ്പോൾ തല ചാച്ചിരിക്കുകയായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. അല്ല, അതൊരു അന്തിമ യാത്രയായിരുന്നു. ഇതിന് പെടുമരണം എന്നാണ് പണ്ട് ഇങ്ങനെയുള്ള മരണങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള മരണങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പെടുമരണം എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കാറില്ല. അന്ന് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്. കാരണം ഒരു ഒരുക്കമൊന്നും നടത്താതെ മനുഷ്യൻ വേർപെട്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഈ ഒരുക്കം? ഒരുക്കം എന്നുള്ളത് ഈ ജീവിതം തീരാൻ പോകുന്നു എന്നതിനെ ഓർത്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഇനി ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നും, അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നിന്നും ഇനി തിരിച്ചു വരാത്ത യാത്ര ആയതുകൊണ്ട് ഇവിടെ ആരുടെങ്കിലും വിഷമോ സങ്കടമോ ദേഷ്യമോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാനും, ആരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ കൊടുത്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഏൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഒരുക്കത്തോടുള്ള മരണം. അതുപോലെ ആത്മശാന്തിയെക്കുറിച്ചിട്ടുള്ള ചിന്തയോടുകൂടി ആത്മീയമായിട്ടുള്ള ഒരുക്കം നടത്തുക, അങ്ങനെ ഒരു പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ ഈ ഒരുക്കത്തോടുള്ള മരണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മരണം എന്നുള്ളത് എപ്പം വേണമെങ്കിലും ഈ യാത്ര, കാരണം ഇത് നമ്മൾ ഒരുങ്ങി പുറപ്പെടേണ്ട യാത്രയല്ല, നമ്മളെ ഒരുക്കി കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ് എന്ന ചിന്ത മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ യാത്രയുടെ വണ്ടി എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാമെന്നും, എപ്പം പുറപ്പെട്ടാലും അപ്പോൾ തന്നെ അതിന് തയ്യാറായിരിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ മരണം നമുക്കും കൈവരിക്കാനാകും. ഈ സൂപ്പർ മരണത്തിന് അവർ പറഞ്ഞ ചിന്ത കൂടി, കാരണം കൂടെ പറഞ്ഞാൽ ഈ ചിന്ത പൂർത്തിയാവുള്ളൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചുമില്ല. അങ്ങനെ ഒരു ദിവസം ഒന്ന് കിടന്നു പോയായിരുന്നെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനകത്ത് ഒരു സുഹൃത്ത് പറയായിരുന്നു, നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ ചെന്നു 2 ദിവസം ഒന്ന് വേണ്ട, ഒരു ദിവസം അവിടെ ഒന്ന് ചെക്കപ്പിന് നിൽക്കേണ്ടി വന്നാൽ മതി. ഒരു ചായ വാങ്ങിക്കൊണ്ട് വരാൻ പോലും ഇന്നത്തെ കാലത്ത് ആളെ കിട്ടില്ല. കാരണം മക്കളാരും കൂടെ ഇല്ല, പിന്നെ അവർക്ക് വരാനും ഇട്ടിട്ട് പോരാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ആകുമ്പോൾ നല്ലത് ഇങ്ങനെ പോകണം. ആ അർത്ഥത്തിലാണ് അവർ പറഞ്ഞത് സൂപ്പർ മരണമാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴുള്ള ഈ ആശുപത്രിയിൽ വരുന്നവരെല്ലാവരും ഇങ്ങനെയുള്ളവരാണ്. ഒരു ചായ വാങ്ങി കിട്ടാൻ വേണ്ടി ഏത് തരത്തിലുള്ള ചായയും അടുക്കളയിൽ എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്താൽ കിട്ടുന്ന അവസ്ഥയിലുള്ളവർ ഇവിടെ വന്നിട്ട് ഒരു കപ്പ് ചായയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അദ്ദേഹം കാണുന്നുണ്ടെന്ന് ആ ഡോക്ടറും പറയണ്ടേ. ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. എന്തെല്ലാം ഉണ്ടായിരുന്നാലും ഒരു അവസ്ഥയും ഒരു ദിവസവും ഒരു വിളിയും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നിനോടും അമിതമായ അല്ലെങ്കിൽ അതിരുവിട്ട അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അമിതവും അതിരുവിട്ടതുമായ അറ്റാച്ച്മെൻറ്റ് എന്തിനോടുണ്ടാകുന്നുവോ, അത് സമ്പത്താവാം, സുഖഭോഗങ്ങളാവാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാവാം, ഓരോന്നും ഓരോ അറ്റാച്ച്മെൻ്റാണ്. അതിരുവിട്ട എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചു തുടങ്ങുന്നത്. അമിതമായ അറ്റാച്ച്മെൻറ്റ് എന്തിനോടുണ്ടാകുന്നുവോ അവിടെയായിരിക്കും നമ്മുടെ യാത്ര ദുർഘടമാക്കുന്ന നമ്മുടെ തടസ്സങ്ങൾ, അതായിരിക്കും എന്ന് തിരിച്ചറിവുണ്ടാവുകയും എപ്പോൾ വേണമെങ്കിലും ഈ യാത്ര സംഭവിക്കാമെന്നും അത് സുനിശ്ചിതമായ യാത്രയാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഈ യാത്ര ആരംഭിക്കാൻ സാധിക്കും. ആ യാത്രയുടെ ശുഭകരമായ അന്ത്യത്തിൽ ആത്മാവ്
നിത്യതയിൽ നിത്യശാന്തിയിൽ വിശ്രമിക്കാനും തക്കവണ്ണം ജീവിതത്തെ കൊണ്ടുനടക്കാനും നമുക്ക് കഴിയും. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം ആ പരിശ്രമത്തെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.